നമുക്കിതിൽ മനസ്സിലാക്കാനുള്ള ചില വിഷയങ്ങളുണ്ട്. വൽ മൂഫൂൻ ബി അഹദിഹിം, ഈ അഹദ് രണ്ടുണ്ട്. ഒന്ന് മഅൽ ഖാലിഖ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ഉള്ള കരാറുകൾ. മറ്റൊന്ന് മഅൽ ഖൽഖ്, പടപ്പുകളുമായി ബന്ധപ്പെട്ടുള്ളതായ കരാറുകൾ. ഇവിടെ ബി അഹദിഹിം ഇദാ അഹദു എന്നാണ്. കരാർ ചെയ്താൽ ആ കരാറിനെ പുലർത്തുന്നവർ, പാലിക്കുന്നവർ എന്നാണ്. അള്ളാഹിനോടുള്ള കരാറുണ്ട്, പടപ്പുകളോടുള്ള കരാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കരാർ നമ്മൾ കുറേ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. യാ ബനീ ഇസ്രാഈല ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വ ഔഫു ബി അഹ്ദി ഊഫി ബി അഹദിക്കും. ഔഫു ബി അഹ്ദി, എന്നോടുള്ള കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കൂ എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹിനോട് കരാറുകളുണ്ട്. ആ കരാറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സ്വീകരിച്ച കരാറുകൾ അത് നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അലം അഹദ് ഇലൈക്കും യാ ബനി ആദം, മാനവരെ ഞാൻ നിങ്ങളോട് കരാർ ചെയ്തില്ലേ എന്നുള്ളതിൻ്റെ ചോദ്യം സൂറത്ത് യാസീനിൽ. അല്ലാ തഅബുദു ശൈത്താൻ, ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന കരാർ. അതേപോലെ വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചിട്ടുള്ള മാനവരോടുള്ള അള്ളാഹുവിൻ്റെ കരാർ. അത് മാനവർ ഈ ഉലകത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്ന് അവരുടെ ആത്മാക്കളെ എടുത്ത് അള്ളാഹു സ്വീകരിച്ച കരാർ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള കരാറുകൾ ഉണ്ട്. ആ കരാറുകളുടെ പൂർത്തീകരണം അതിവിടെ ഉദ്ദേശമാണ്. അതാണ് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന പ്രതിജ്ഞ. നമ്മൾ നേരത്തെ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറഞ്ഞില്ലേ, പാപമോചന തേട്ടത്തിന് ഏറ്റവും ഉത്തമമായ ദുആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതിൽ അല്ലാഹുമ്മ അൻത റബ്ബി ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു ഉണ്ടാ. അവിടെ വഅന അലാ അഹ്ദിക, ഞാൻ നിന്നോടുള്ള കരാറിലാണ്. അതേപോലെ തന്നെ വവഅദിക, ഞാൻ നിന്നോടുള്ള ഉറപ്പിൽ, അതേപോലെ തന്നെ വാക്ക് പാലനത്തിലാണ്. മസ്തതഅതു, എനിക്ക് കഴിയുന്നത്ര സാധ്യമാകുന്നത്ര. ഈ അള്ളാഹിനോടുള്ള അഹദ് വഅദ് അത് നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. വൽ മൂഫൂന ബി അഹദിഹിം എന്ന് പറഞ്ഞെങ്കിൽ തഫ്സീറുകളിൽ കാണാം ബി ഇക്മാലിഹ, കരാറുകൾ അതിൻ്റെ ഇക്മാൽ, അതേപോലെ തന്നെ അതിൻ്റെ ഇത്മാം, അതേപോലെ തന്നെ ബിദൂനി നഖ്ദിൻ, അതേപോലെ തന്നെ ബിദൂനി നഖ്സിൻ. കരാറുകൾ അതിൻ്റെ ഇക്മാൽ, ഇത്മാം, പിന്നെ കരാറിന് സമ്പൂർണ്ണ അളവിൽ ചെയ്യണം. അതേപോലെ തന്നെ ഇത്മാം അതിൻ്റെ കാലപൂർത്തീകരണത്തോടു കൂടി ചെയ്യണം. എത്ര കാലത്തേക്ക് അത്ര കാലം. അതേപോലെ തന്നെ നഖ്ദിൻ, അത് ലംഘിക്കാവതല്ല. നഖ്സിൻ, അതിൽ ഭംഗം വരുത്താവതല്ല. അപ്പം നഖ്സില്ലാതെ നഖ്ദില്ലാതെ ഇത്മാമായി ഇക്മാലായി കരാറുകൾ എന്ത് ചെയ്യണം, പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. അത് ഖാലിഖായ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കരാറുകൾ. പിന്നെ ഖൽഖിനോടുള്ള അഹദുകൾ, കരാറുകൾ. അത് ഖൽഖിനോടുള്ള കരാറിൽപ്പെട്ടതാണ് നമ്മുടെ പിന്നെ ഉഖൂദുകൾ, അതിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വഅദ്, വാഗ്ദാനങ്ങൾ. ഉഖൂദ് അത് പല നിലക്കുണ്ട്. അഖ്ദുൽ ബൈഅ അല്ലേ, മുആമലാത്ത്, ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ, കൊള്ളക്കൊടുപ്പുകൾ, അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ബൈഅ, കച്ചവടം. അതേപോലെ തന്നെ ഇജാറത്ത്, വാടക, അതിൽപ്പെട്ടതാണ് ഇപ്പോൾ നിക്കാഹ്. അതേപോലെ തന്നെ റഹൻ, പണയം, തബറു, സദക്കകൾ, സംഭാവനകൾ, പിന്നെ ഹുക്കൂക്കുകൾ. അതൊക്കെ ഭയങ്കര ഒരു വലിയ വിഷയമാണ്. ഹക്ക്, അവകാശങ്ങൾ, ഇതൊക്കെ ഇതിൽപ്പെടും. പലവിധ ഹക്കുകൾ, മുസ്ലിമീങ്ങൾ അന്യോന്യം ഉള്ള കടപ്പാടുകൾ, സഹകരണങ്ങൾ, സഹായങ്ങൾ പോലുള്ളത്, പരസ്പരം പിണങ്ങാതെ സഹോദര്യത്തിൽ വർത്തിക്കുന്ന വിഷയങ്ങൾ തുടങ്ങിയിട്ടുള്ള അതിലൊക്കെ നമ്മൾ വാക്ക് പാലനം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കൽ, അങ്ങനത്തൊക്കെ പല വിഷയങ്ങളാണ്. ഇതൊരു ഒരു നീണ്ട ഒരു വിഷയമാണിത്, ഈ അഹദിൻ്റെ വിഷയം, ഈ അഹദ് പാലിക്കുക എന്നുള്ള വിഷയം. ഇതിൽ ഇപ്പോൾ നിക്കാഹിൻ്റെ വിഷയം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അഹക്കു ഷുറൂത്ത് അൻ തുവഫു ബിഹി മസ്തഹ്ലൽതും ബിഹിൽ ഫുറൂജ്. വിവാഹ കരാർ അത് നിങ്ങൾ പാലിക്കുവാൻ ഏറ്റവും അർഹമായ അൻ തുവഫു ബിഹി എന്നാണ്. അഹക്കു ഷുറൂത്ത് അൻ തുവഫു ബിഹി എന്നാണ്. നിങ്ങൾ പൂർത്തീകരിക്കൽ പാലിക്കൽ ഏറ്റവും ഗൗരവപ്പെട്ട ഷർത്തുകളാണ് നിക്കാഹ് എന്ന് പറഞ്ഞു. ഇതുപോലെ ഈ ഗണം വിശാലമാണ്. ഇപ്പോൾ ഈ ഇജാറത്ത് ഉദാഹരണം അഅതുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ ഇർഖഹു എന്നാണ്. അജീറിന് അയാളുടെ അജിർ നൽകണം. നമ്മൾ ഒരാൾ കൂലിക്ക് വിളിച്ച് അപ്പോൾ അയാൾ അതിനാണ് ഇജാറ എന്ന് പറയാം. വാടക കൊടുക്കുന്ന വിഷയം വരും, അതേപോലെ തന്നെ ഇജാറയുടെ വിഷയം ഇതും ഉൾപ്പെടും. അഅതുൽ അജീറ അജ്റഹു അജീറിന് കൂലിക്കാരന് നിങ്ങൾ അവരുടെ കൂലി കൊടുക്കണം. ഖബ്ല അൻ യജിഫ ഇർഖഹു അവൻ്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു. സലാസത്തുൻ അന ഖസ്മുഹു യൗമൽ ഖിയാമ 3 വിഭാഗം ആളുകൾക്ക് ഞാനാണ് തർക്കിക്കുക, ഞാൻ അവരെ തർക്കിച്ച് തോൽപ്പിക്കുമെന്ന ഉദ്ദേശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലൊന്ന് റജുലുൻ ഉഅതിയ ബി സുമ്മ ഗദർ. എൻ്റെ പേര് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എൻ്റെ പേര് പറഞ്ഞ് ഒരാൾക്ക് നൽകപ്പെട്ടു, വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നൽകപ്പെട്ടു. സുമ്മ ഗദർ പിന്നീട് അവൻ അതിൽ ചതി നടത്തി, വഞ്ചന നടത്തി. വറജുലുൻ ബഅ ഹുറൻ ഫഅകല സമലഹു സ്വതന്ത്രനായ ഒരു മനുഷ്യനെ വിറ്റ് അടിമയാക്കി വിറ്റിട്ട് അതിൻ്റെ വില തിന്നുന്നവൻ. വറജുലുൻ ഇസ്തഅജറ അജീറൻ ഒരു വ്യക്തി ഒരു കൂലിക്കാരനെ ഇസ്തഅജറ അജീറൻ കൂലിക്ക് വിളിച്ചു. ഇസ്തഅജറ അജീറൻ ഫസ്തൗഫ മിൻഹു എന്നിട്ട് ജോലി പൂർണ്ണ അളവിൽ അവനോട് ചെയ്യിപ്പിച്ചു. വലം യുഅതി അജ്റഹു അവൻ്റെ കൂലി നൽകിയില്ല. നോക്കൂ നിങ്ങൾ, കരാറിലെങ്ങനെ വാക്കിൽ കൃത്യവിലോപം. ഇവരെക്കുറിച്ച് പറയുന്നത് സലാസത്തുൻ അന ഖസ്മുഹു യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് 3 കൂട്ടർക്ക് വേണ്ടിയിട്ട് ഞാനാണ് തർക്കിക്കുക, വാദിക്കുക, ഞാൻ അവരെ തോൽപ്പിക്കും എന്ന് പറഞ്ഞു. ഇവിടെ നോക്കി ഇജാറത്ത് ഉടമ്പടി അതിൻ്റെ ഒരു ഗൗരവം. ഈ അൽ വഫ നമ്മൾ പറഞ്ഞത്, വാക്ക് നൽകിയത്, അതിനോടുള്ള ആ കൂറ് അത് നമ്മുടെ ദീനിൽ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെ നമ്മൾ ഈ പ്രയോഗത്തിൽ പഠിക്കുന്നത്.